ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് അംഗീകരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഏറെ ഗൗരവത്തോടെ ഓരോരുത്തരോടും ആദ്യമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. സമ്പാദ്യമുണ്ടാക്കാൻ, പണമുണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകൾ. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കച്ചവടത്തിൻ്റെ വരവ്, ചിലവ്, ലാഭം, നഷ്ടമെല്ലാം കണക്കാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുന്നത് എന്ന് പരിശോധിച്ചാൽ, താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടം അത് ലാഭത്തിലാണോ മുന്നോട്ട് പോകുന്നത്, അതല്ല എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം വരുമ്പോൾ ഇങ്ങനെയൊരു കണക്കെടുപ്പ് കച്ചവടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് സഫിലെ 61-ാം വചനത്തിലൂടെ അല്ലാഹു വിശ്വാസികളോടൊരു കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ. വിശ്വാസികളോടുള്ള വർത്തമാനമാണ് റബ്ബിന്. ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കച്ചവടത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരും. ആ കച്ചവടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ തുൻജീകും മിൻ അദാബിൻ അലീം, അതുകൊണ്ടുള്ള നേട്ടം എന്താ, ലാഭം എന്താ? പരലോകത്ത് റബ്ബിൻ്റെ കാഠിന്യമേറിയ വേദനയുള്ള ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇതാണ് ആ കച്ചവടത്തിൻ്റെ ലാഭമായി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഏതാണ് പ്രിയപ്പെട്ടവരെ കച്ചവടം? മുഫസ്സിരീങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉദ്ദേശിച്ച കച്ചവടം എന്ന് പറയുന്നത് അൽ അമലുസ് സ്വാലിഹത്ത്, സൽക്കർമ്മങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കച്ചവടവുമായി ഉപമിച്ചത് എന്തിനെയാണ്? സൽക്കർമ്മത്തെയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹ് കച്ചവടവും സൽക്കർമ്മവും ഉപമിക്കാൻ കാരണം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, കച്ചവടം നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ വരവ് നോക്കും, അതിൻ്റെ ചിലവ് നോക്കും, അതിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കും. അതേപോലെ ആയിരിക്കണം മുഅ്മിനുകളെ നിങ്ങളുടെ അമലുകളെ കുറിച്ചുള്ള വരവിനെയും ചിലവിനെയും ലാഭത്തെയും നഷ്ടത്തെയും കണക്കാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നമ്മളിൽ നിന്നും നീങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഉള്ളത് ശഅബാൻ മാസത്തിലാണ്. അടുത്ത മാസം പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കണം. അള്ളാഹു റമളാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ വരിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? ഒരു പക്ഷേ പെട്ടെന്നൊരു നിമിഷം, ഇപ്പോഴല്ലേ ഒരു റമളാൻ കഴിഞ്ഞത്, അടുത്ത റമളാൻ ആയോ? കഴിഞ്ഞ റമളാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ കഴിഞ്ഞതുപോലെ ഓർമ്മിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ നമ്മളിലേക്ക് ആഗതമാവാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ശഅബാൻ മാസത്തിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ അമലുകളെ ഒന്ന് കണക്കെടുക്കുക. എത്ര വരവ് നമ്മുടെ അമലുകളിൽ ഉണ്ടായിട്ടുണ്ട്. റമളാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇബാദത്തിൻ്റെയും ഈമാനിൻ്റെയും പൂർണ്ണമായ രൂപം നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു മാസമാണ്. ആ മാസത്തിൽ നമ്മുടെ അമലുകൾ ഒരുപാട് ഉന്നതിയിലാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ മെല്ലെ 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 അത് താഴോട്ട് 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 കീപ്പോട്ട് പോന്നുകൊണ്ടിരിക്കും.
എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഈ ശഅബാനിൽ എത്തി നിൽക്കുന്ന നാം, നമ്മുടെ അമലുകളിൽ എത്ര വരവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇൽമുണ്ടായിട്ടുണ്ടോ എന്ന്. എത്ര പുതിയ അമലുകളെ കുറിച്ച് അള്ളാഹും ഖുർആനും പറഞ്ഞ അമലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇസ്ലാമിൽ സ്വഹീഹായി വന്ന എത്ര അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചു. അതാണ് ഇൽമ്. രണ്ടാമത്തേത് ചിലവാണ്. ഇൽമു മാത്രം ഉണ്ടായാൽ പോരാ, അമല് വേണം. ആ പഠിച്ച കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ പരിശോധിക്കണം. സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമലായിക്കൊണ്ട് ചിലവായിക്കൊണ്ടുണ്ടോ? ഖുർആൻ പാരായണത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് റമദാനിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. ഖുർആനുമായി എത്രമാത്രം ബന്ധമുണ്ടാവണമെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ അത് വരവാണ്. ആ വരവ് നമ്മൾ ചിലവിലേക്ക് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ നിന്നും ചിലവായിട്ടുണ്ടോ? സുന്നത്ത് നോമ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. കഴിഞ്ഞ റമദാൻ മുതൽ ഈ കാലമത്ര എത്ര സുന്നത്ത് നോമ്പുകൾ നമ്മുടെ അടുക്കൽ നിന്നും വന്നിട്ടുണ്ട്, ഇത് പരിശോധിക്കണം. അതാണ് കച്ചവടമാണെന്ന് പറഞ്ഞത്. വരവുണ്ടോ, ചിലവുണ്ടോ? വരവ് നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ? ഇൽമുണ്ടായിട്ടുണ്ടോ? പുതിയ അമലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പുതിയ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടോ? പുതിയ അദ്കാറുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പുതിയ സുന്നത്തായ അമലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതാണ് വരവ്. ആ പഠിച്ചതിൽ എത്ര എണ്ണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അതാണ് ചിലവ്. ഇത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്തിട്ട് നോക്കുക. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഈ ശഅബാനിൽ നിൽക്കുന്ന എനിക്ക് എൻ്റെ അമലെന്ന കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത്? ഇതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ആ അമലിനെ കണക്കെടുക്കേണ്ട ഒരു മാസമാണ് ശഅബാൻ. ഓരോ വിശ്വാസികളും ജാഗ്രത പുലർത്തേണ്ട, ജാഗരൂകരായി ശ്രദ്ധയോടെ കഴിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ, പരിശുദ്ധ ശഅബാൻ എന്ന് നാം തിരിച്ചറിയണം. ഈ ശഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത, നാം ചെയ്ത അമലുകൾ മുഴുവനും റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ഒരു വർഷക്കാലത്തെ അമൽ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. പ്രധാനമായും 3 രൂപത്തിലാണ് നമ്മുടെ അമലുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ അതിന്റെ 35-ാം വചനത്തിൽ അല്ലാഹു പറയാണ്, ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്. നിങ്ങൾ പറയുന്ന ഓരോ നല്ല വാക്കുകളും അത് അല്ലാഹുവിലേക്ക് കയറിപ്പോകും. വൽ അമലുസ് സ്വാലിഹു യർഫഉഹു. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അത് റബ്ബിന്റെ സമക്ഷത്തിങ്കലേക്ക് ഉയർത്തപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 3 രൂപത്തിൽ ഉയർത്തപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ കൊണ്ടുവരുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, യതആകബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. നിങ്ങളുടെ മേൽ രാവിന്റെയും രാത്രിയുടെയും മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രി മലക്കുകൾ നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, പകലിലുള്ള മലക്കുകൾ നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. രാത്രിയുടെ മലക്കുകൾ മുഴുവനും സുബഹിയുടെ നേരം ഒരുമിച്ച് കൂടും. രാവിലെയുടെ മലക്കുകൾ മുഴുവനും അസ്റിന്റെ നേരം ഒരുമിച്ച് കൂടും. സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും. അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവരെല്ലാവരും കയറിപ്പോകും. ഫയസ്അലുഹും വഹുവ അഅലമു ബിഹിം. അല്ലാഹു അറിയുമെന്നുള്ള നിലക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി. നിങ്ങൾ എൻ്റെ അടിമയെ എങ്ങനെയാണ് അവിടെ ഉപേക്ഷിച്ച് മുകളിലേക്ക് കയറി വന്നത്? അപ്പോൾ മലക്കുകൾ പറയും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മലക്കുകൾ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ മലക്കുകൾ പറയും, തറക്കിനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, ഞങ്ങൾ അവർ ഉപേക്ഷിച്ച് വരുമ്പോൾ അവർ നിസ്കരിക്കുന്നവരായിരുന്നു, അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരെ ഉപേക്ഷിച്ച് വരുമ്പോൾ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരിലേക്ക് ചെന്നപ്പോഴും അവർ നിസ്കരിക്കുന്നവരായിരുന്നു റബ്ബേ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അമല് ചെയ്യണം എന്നുള്ളതാണ്.
രണ്ടാമത്തെ രീതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുഅറദുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. അതുകൊണ്ട് റസൂൽ പറയുന്നു, ഫഉഹിബ്ബു അൻ ഉഅരിദ അമലി വഅന സ്വായിം. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബിലേക്ക് അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നോമ്പുകാരനായിക്കൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ പരലോക റബ്ബിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടേണ്ടത്. തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പ് നമ്മൾ എടുക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു, കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വന്നു. എത്ര നോമ്പുകൾ, എത്ര തിങ്കളും വ്യാഴവും നമ്മുടെ ജീവിതത്തിൽ വെറുതെ കടന്നു പോകുന്നുണ്ട്. എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ ആ സുന്നത്ത് നോമ്പെടുക്കുന്നത്? റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഒരാഴ്ച ചെയ്ത അമലുകൾ ഉയർത്താൻ. ആ ഉയർത്തപ്പെടുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? നോമ്പുകാരനായിട്ടാണ് ഉയർത്തപ്പെടുന്നത്. എത്ര ബർക്കത്താണത്! അതാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണെന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ രീതിയെക്കുറിച്ച് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസത്തെക്കുറിച്ചാണ്. ആ മാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് ഒരു വർഷക്കാലത്തെ നോമ്പ് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ. ഈ മാസം നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ മാസമാണ് ശഅബാൻ. നമ്മുടെ അമലുകൾ മുഴുവനും കഴിഞ്ഞൊരു വർഷം റമദാൻ മുതൽ ഈ ശഅബാൻ വരെ ചെയ്ത ഒരു വർഷക്കാലത്തെ അമലു സ്വാലിഹാത്തുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. ഇവിടെയാണ് നാം പറഞ്ഞത്, ഈ അമലെന്ന കച്ചവടത്തെ നമ്മൾ കണക്കെടുപ്പ് നടത്തേണ്ട ദിവസമാണ്, ഈ മാസമാണ് ഈ ശഅബാൻ മാസം എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, ഈ ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ധാരാളമായി അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. കാരണം നമുക്കറിയാം, നാളെ പരലോകത്തെ നന്മയുടെ തുലാസ് കനം തൂങ്ങിയെങ്കിലേ സ്വർഗമെന്ന സുന്ദരമായ റബ്ബിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും സംശയമില്ലല്ലോ. അമലുകളല്ലാതെ ഒന്നും തന്നെ ആ പരലോകത്ത് ഉപകാരപ്പെടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ്, മൻ കാനത ഇൻദഹു മദ്ലിമതു ലി അഖീഹി. പ്രിയപ്പെട്ടവർ, ഈ ഹദീസ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകൾ ഇല്ലാതെയാക്കി കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയാം. എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ കാനത ഇൻദഹു മദ്ലിമതു ലി അഖീഹി. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരന് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലക്ക് അവന് വിഷമമുണ്ടാകുന്ന, അവന് സങ്കടമുണ്ടാകുന്ന, അവൻ്റെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹാ, നിങ്ങൾ ഇവിടെ വെച്ച് അതിന് പരിഹാരം ഉണ്ടാക്കണം. ഫഇന്നഹു ലൈസ സമ്മ ദീനാറൻ വലാ ദിർഹമൻ. ഒരു ദീനാറോ ഒരു ദിർഹമോ ഉപകരിക്കപ്പെടാത്ത പരലോകത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വെച്ച് അത് സോൾവ് ചെയ്യണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പാപ്പരായ ആളുകൾ ആരാന്നറിയോ? സ്വഹാബികൾ പറഞ്ഞു, പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഉറുപ്പ്യല്ലാത്ത, പണമില്ലാത്ത, സമ്പത്തില്ലാത്ത, ഒന്നുമില്ലാത്ത ആളുകളല്ലേ റസൂലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരൊന്നുമല്ല. അവരുടെ പ്രത്യേകത റസൂലുള്ളാഹി പറയാണ്, മിൻ ഉമ്മത്തി, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. തീർന്നില്ല, വഹും യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ സ്വതക്ക നൽകുന്നവരാണ്, അവർ ഹജ്ജ് നിർവഹിച്ചവരാണ്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. പക്ഷെ അവർ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു അവരെ വിചാരണക്കെടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ നന്മകൾ ഇങ്ങനെ വിചാരണ ചെയ്യും. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങളെല്ലാം നന്മയുടെ തുലാസിൽ ഇങ്ങനെ അള്ളാഹു വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അവിടേക്ക് ഒരാൾ വരും, വന്നുകൊണ്ട് പറയും, അല്ലാഹുവേ ഖദ് ശതമ ഹാദാ, ഈ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ, എൻ്റെ അനാവശ്യമായ ആളുകൾക്കിടയിൽ പരിഹസിച്ചവനാണിവൻ,
അനാവശ്യമായി ആളുകൾക്ക് മുമ്പേ എൻ്റെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന രൂപത്തിൽ സംസാരിച്ചവനാണ് റബ്ബേ ഇവൻ. എൻ്റെ സമ്പത്തെ അനാവശ്യമായി എടുത്തവനാണിവൻ. എൻ്റെ രക്തം അവൻ ചിന്തിയിട്ടുണ്ട് റബ്ബേ എന്നിങ്ങനെ പരാതിക്കാരുടെ ഒരു നിര പരലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആലോചിക്കണം പ്രിയപ്പെട്ടവർ ഇതിൻ്റെ ഗൗരവം. റസൂലുള്ളാഹി ഈ ഹദീസിലും പറഞ്ഞതാണ്, നിങ്ങളുടെ സഹോദരന് ആരുമാവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സംസാരത്തിലോ പ്രവൃത്തിയിലോ ഏതെങ്കിലും ഇടപാടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫൽയതഹല്ലൽഹു മിൻഹാ, ഇവിടെ വെച്ച് അത് സോൾവ് ചെയ്യണം അവരെ കണ്ട്. അല്ലാതെയാണ് നിങ്ങൾ പരലോകത്ത് വരുന്നതെങ്കിലോ മിൻ ഖബലി അയ്യുഖദ ലി അഖീഹി മിൻ ഹസനാതിഹി, നിങ്ങളുടെ നന്മകൾ എടുത്ത് ആ പരാതിക്കാരന് റബ്ബ് കൊടുക്കും. നമ്മുടെ നിസ്കാരങ്ങള്, നമ്മുടെ ജുമാഅകള്, നമ്മുടെ ഖുർആൻ പാരായണങ്ങള്, നമ്മുടെ സ്വതക്കകളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നമ്മുടെ എന്ത് ശരിയായിട്ടില്ല? നമ്മുടെ സ്വഭാവം ശരിയായിട്ടില്ല. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ആരുടെ അഭിമാനത്തിനാണോ കോട്ടം വരുത്തിയത് അവൻ പരാതിയുമായി വരുമ്പോൾ നിങ്ങളുടെ നന്മകൾ ആ പരാതിക്കാരന് റബ്ബെടുത്തു കൊടുക്കും. എന്നിട്ട് വീണ്ടും റസൂൽ പറയാണ്, ഫൈലം യകുല്ലഹു ഹസനാത്ത്, ഇനി നിങ്ങളുടെ അടുക്കൽ ഒരു നന്മയില്ലെങ്കിലോ, നിങ്ങളുടെ സ്വഭാവം മോശമാണ്, നിങ്ങളുടെ അടുക്കൽ അമലില്ലാതെയാണ് പരലോകത്ത് വരുന്നതെങ്കിലോ, ഉഖിദ മിൻ സയ്യിആതി അഖീഹി ഫതുരിഹത് അലൈഹി, ആ പരാതിയുമായി വന്ന ആളുടെ അടുക്കൽ എന്തെങ്കിലും തിന്മയുണ്ടാവുമല്ലോ, ആ തിന്മ എടുത്തിട്ട് നിങ്ങൾക്ക് തരും. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് വളരെ ഗൗരവമുള്ള വിഷയം. അവിടെ ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരമെന്നോ സമ്പത്തെന്നോ സൽപ്പേരെന്നോ ഒന്നിനും ഒരു സ്കോപ്പുമില്ല പരലോകത്ത്. നമ്മുടെ അമലുകളല്ലാതെ ഒന്നുമില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും നിലക്ക് നമ്മുടെ സഹോദരന് പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര നന്മ ചെയ്താലും ആ പരലോകത്ത് ആ ഉണ്ടായ മുഴുവൻ മനുഷ്യരും നമുക്കെതിരെ റബ്ബിനോട് പരാതി പറയും. അത് സ്വർഗത്ത് പോണവർ മാത്രമൊന്നല്ല പരാതി പറയാം, അതെത്ര വലിയ മോശമായി ദുനിയാവിൽ ജീവിച്ചവനാവട്ടെ അവർ വന്ന് പരാതി പറയും. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ മുഴുവനും എടുത്തു കൊടുക്കും. എന്നിട്ടും പരാതിക്കാർ വരും. ആ പരാതിക്കാരുടെ തിന്മകൾ മുഴുവനും നമുക്ക് തരും. എന്നാലോചിച്ച് നോക്കി, നിസ്കാരം ഉണ്ടായി, നോമ്പ് നോട്ടിട്ടുണ്ടായി, സക്കാത്ത് കൊടുത്തിട്ടുണ്ടായി, ഹജ്ജ് നിർവഹിച്ചവരാണ്, ജീവിതത്തിൽ ഉംറ ചെയ്തവരാണ്, ഖുർആൻ പാരായണം നടത്തിയവരാണ്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തവരാണ്. പക്ഷെ നമ്മുടെ സ്വഭാവം ശരിയല്ല. നമ്മളെ കൊണ്ട് നമ്മുടെ സംസാരത്തെ പ്രവൃത്തിയെ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നന്മകൾ മുഴുവനും ഇല്ലാതെയായി പോവും. അവരാണ് മുഫ്ലിസ്, പാപ്പരായ ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഭാഗത്തിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, നാളെ പരലോകത്ത് ഒരു ദീനാറോ ഒരു ദിർഹമോ ഒന്നും തന്നെ ഉപയോഗപ്പെടൂല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫൽയൗമ ലാ തുസ്ലമു നഫ്സുൻ ഷൈഅ, ഒരു അനീതിയും ആ പരലോകത്തില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമായിരിക്കും അവിടെ ഉണ്ടാവുക. നിങ്ങൾ നന്മയാണോ പ്രവർത്തിച്ചത് അതിനുള്ള പ്രതിഫലം, നിങ്ങൾ തിന്മയാണോ പ്രവർത്തിച്ചത് അതിനുള്ള പ്രതിഫലം. ഫഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അവൻ ചെയ്തതിനല്ലാതെ പരലോകത്തൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പരലോകം കഷ്ടമായി തീരുക. ഇനി ആ പരലോകം നിങ്ങൾക്ക് സുഖമായി തീരുന്നുണ്ടെങ്കിലോ അത് നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കും. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ നോക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അത്. നാളെ പരലോകത്തേക്ക് മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്ത് നന്മയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ നോക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നത്തെ തുലാസിലെ തൂക്കം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് ഉണ്ടാവുമെന്ന് ഖുർആൻ പറയാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അത് സത്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ തുലാസാണോ, ആരുടെ നന്മയുടെ തുലാസാണോ അവിടെ കനം തൂങ്ങിയത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരവിടെ വിജയിക്കും. എന്നിട്ട് വീണ്ടും പറയാണ്, വമൻ ഖഫ്ഫത് മവാസീനുഹു, ഇനി ആരുടെയെങ്കിലും നന്മയുടെ തുലാസ് കനം കുറഞ്ഞോ, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും,
അവർക്ക് തന്നെ നഷ്ടം ചെയ്ത ആളുകളായി മാറും പരലോകത്ത്. ഇതാണ് പരലോകം. ഇവിടെ എന്തിനേ വകയുള്ളൂ? നാം ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് മാത്രം, നാം ചെയ്ത അമലുകൾക്ക് മാത്രമേ ആ പരലോകത്ത് സ്കോപ്പുള്ളൂ. അതാണ് അവിടെ തൂക്കുക. അല്ലാതെ നമ്മുടെ സമ്പത്തോ നമ്മുടെ ബാങ്കിലെ ബാലൻസോ നമ്മുടെ സൽപ്പേരോ നമ്മുടെ അധികാരമോ ഒന്നുമല്ല അവിടെ തൂക്കപ്പെടുക. നമ്മൾ ഈ ദുനിയാവിൽ ഓരോ സെക്കൻഡുകൾ കൊണ്ടും, കൈകൾ കൊണ്ടും, കാലുകൾ കൊണ്ടും, മനസ്സുകൊണ്ടും, കണ്ണുകൊണ്ടും, ചെവി കൊണ്ടും, നാവ് കൊണ്ടും എല്ലാം നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നന്മയാണെങ്കിൽ നന്മ തൂങ്ങും, തിന്മയാണെങ്കിൽ തിന്മ തൂങ്ങും. ഇവിടെയാണ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, കണക്കെടുക്കണം. നമ്മുടെ അടുക്കൽ എന്ത് നന്മയുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കണം. നമ്മൾ പരലോകം ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ ഞാനും നിങ്ങളും? എങ്കിൽ ആത്മാർത്ഥമായി പറയാം, ഒരു വേള, ഒരു സെക്കൻഡ്, ഒരു നിമിഷമെങ്കിലും നമ്മളൊന്ന് മനസ്സിരുന്ന് ആലോചിക്കുക, റബ്ബേ, ആ പരലോകത്തേക്ക് എന്തുണ്ട് എൻ്റെ കയ്യിൽ? നാളെ മരിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഞാൻ എന്ത് നന്മയാണ് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ മാത്രം എൻ്റെ കയ്യിലുള്ളത് എന്നൊന്ന് ആലോചിക്കണം നമ്മൾ. ഈ മാസം അതിനുള്ള മാസമാണ്. ഈ ശഅബാൻ നമ്മുടെ അമലുകൾ റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. എന്തുണ്ട് നമ്മുടെ കയ്യിൽ ആ ഉയർത്തപ്പെടാനുള്ളത് എന്നാലോചിക്കുക. രണ്ടാമത്തെ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാണ്, ലം അറഹു ഫീ ശഹ്രിൻ അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹു ഇല്ലാ ഖലീൽ ബൽ കാന യസൂമു ശഅബാന കുല്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ പോലെ മറ്റൊരു മാസവും നോമ്പെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്. റമളാൻ അല്ലാതെ മറ്റു മാസങ്ങളിൽ ശഅബാനിനെ പോലെ നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാം. ഇതിനെ വിശദീകരിക്കുന്നിടക്ക് പണ്ഡിതന്മാർ പറയാണ്, ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. എന്നാൽ അവിടെ ഒരു സംശയമുണ്ട്. ചില ആളുകളുടെ വിചാരം ശഅബാൻ മുഴുവനും നോമ്പെടുക്കണമെന്നാണ്. ഈ ഹദീസിൽ കാണാം, ബൽകാന യസൂമു ശഅബാന കുല്ലഹു, പൂർണ്ണമായും മുഴുവനായും ശഅബാനിൽ നോമ്പെടുത്തു എന്ന് ആയിഷ ബീവി ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ശഅബാൻ മുഴുവനും നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 1 മുതൽ ശഅബാൻ അവസാനിക്കുന്നത് വരെ നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ കൊണ്ടുവരികയാണ്, വബയാനു അന്ന ഖൗലഹു കുല്ലഹു ഐ ഗാലിബുഹു. ഇവിടെ കുല്ലഹു എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു പദം, അതിൻ്റെ അർത്ഥം ശഅബാനിൽ ഭൂരിഭാഗവും റസൂൽ നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ് എന്ന് ഇമാം നബവി റഹ്മഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ശഅബാൻ പൂർണ്ണമായി നോമ്പുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ സ്വമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ കാമിലൻ ഖത്തൻ ഗൈറ റമളാൻ. റമളാനിലല്ലാതെ ഒരു മാസം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടില്ല. അപ്പോൾ ശഅബാൻ പൂർണ്ണമായി നോമ്പ് റസൂലിൽ നിന്നും മാതൃകയായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസിലൂടെ പറയുന്നത്. അപ്പോൾ ശഅബാനിൽ നോമ്പെടുക്കുന്നതിൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ റമദാനിലെ നോമ്പിനെ പോലെ 1 മുതൽ 30 വരെ ശഅബാനിലെ നോമ്പ്, അങ്ങനെയൊരു നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമ ചോദിക്കാൻ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു മിൻ ശഹരി മിൻ ശുഹൂരി മാ തസൂമു ശഅബാൻ. ശഅബാനിലെ നോമ്പെടുക്കുന്ന പോലെ മറ്റൊരു മാസം റസൂൽ നോമ്പെടുക്കുന്ന കണ്ടിട്ടില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, ദാക ശഹ്റൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബ വ റമളാന. ഈ മാസം ജനങ്ങൾ അശ്രദ്ധരാകുന്നൊരു മാസം. കാരണം എന്താ? കഴിഞ്ഞ മാസം റജബായിരുന്നു, അള്ളാഹു പവിത്രമാക്കിയ മാസമായിരുന്നു. നമ്മൾ ആ റജബ് മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കും. അടുത്ത മാസം റമദാനാണ്. ആ റമദാനും എല്ലാവരും ഓർമ്മയുണ്ടാവും. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള ശഅബാനായ ഈ മാസത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയായി കളയും.
എന്നിട്ട് റസൂലുള്ള പറയാണ് വഹുവ ശഅറൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസം റബ്ബിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഞാൻ നോമ്പെടുക്കും. കാരണം എൻ്റെ അമൽ അല്ലാഹുവിലേക്ക് ഞാനൊരു നോമ്പുകാരനായി ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ വരാനിരിക്കുന്ന മാസം റമളാനാണ്, ആരാധനയുടെ ഒരു മാസമാണ്. കഴിഞ്ഞ റജബ് എന്ന് പറയുന്ന പവിത്രമായ അല്ലാഹു ഹുർമത്തുണ്ട് എന്ന് പറഞ്ഞ മാസമാണ്. എന്നാൽ അതിനിടയിലുള്ള ശഅബാനും ആ ശഅബാന്റെ പ്രത്യേകതയും നമ്മളിൽ പല ആളുകളും മറന്നു പോവുകയാണ്. അത് വേണ്ട. കൃത്യമായ ഈ ഒരു ഓർമ്മ പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുക്കൽ ഉണ്ടാവണം. നമ്മുടെ അമലുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇന്ന് ശഅബാൻ തുടക്കമായിട്ടുള്ളൂ. നോമ്പെടുക്കാൻ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്, അല്ലയാലി വൽ അയ്യാമുൽ ഫാളിലതു ലാ യൻബഗി അൻ യുഗ്ഫല അൻഹുന്ന. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ അവനെങ്ങനെയാണ് അശ്രദ്ധയാക്കാൻ കഴിയുക? ലിഅന്നഹു ഇദാ ഗഫല താജിറു അൻ മൗസിമി റിബ്ഹി ഫമതാ യർബിഹ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലാഭമുണ്ടാക്കാവുന്ന സീസണിനെ അവൻ അശ്രദ്ധയായി കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴാണ് ലാഭം ഉണ്ടാക്കുക എന്ന് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറയാം. ആ ലാഭമുണ്ടാക്കുന്ന സീസണിനെ ഒരിക്കലും നമ്മൾ അശ്രദ്ധരാവില്ലല്ലോ. ഓരോ കച്ചവടത്തിലും സീസൺ ഉണ്ടല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാവിനെയും പകലിനെയും നിങ്ങൾ അശ്രദ്ധമാക്കി കളയരുത് എന്ന് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ കൂടുതലായി നോമ്പെടുക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇദൻ തസഫ ശഅബാനു ഫലാ തസൂമു. ശഅബാൻ പകുതി കഴിഞ്ഞാൽ പിന്നെ നോമ്പില്ല, പിന്നെ നോമ്പെടുക്കാൻ പറ്റില്ല. ശഅബാന്റെ പകുതിക്ക് ശേഷം പിന്നീട് ഒരു നോമ്പില്ല. ശഅബാൻ 15-നെല്ലാം ബറാഅത്ത് രാവ് പോലെയുള്ളതെല്ലാം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നോമ്പ് നിസ്കാരങ്ങൾ അങ്ങനെയൊന്ന് പാടില്ല. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ്, ഇദാ ബഖിയ നിസ്ഫു ശഅബാന ഫലാ തസൂമു. ശഅബാന്റെ ബാക്കി പകുതി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചു കൊണ്ടുവരാൻ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? വൽ മുറാദു ബിഹി അന്നഹ്യു അൻ ഇബ്തിദാഇ സൗമി ഇബാദ നിസ്ഫ്. പകുതിക്ക് ശേഷം നോമ്പ് തുടങ്ങാൻ പറ്റൂല. എന്നാൽ ഒരാൾ ആദ്യം മുതലേ നോമ്പെടുത്ത് വരികയാണ്, ശഅബാൻ 1 മുതൽ നോമ്പെടുത്ത് വരികയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവന് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുള്ള സുന്നത്ത് നോമ്പുകളുണ്ട്, ആ നോമ്പുകൾ അവനെടുക്കാം. അല്ലാതെ ശഅബാന്റെ പകുതി മുതൽ നോമ്പ് തുടങ്ങുന്ന ഒരു സമ്പ്രദായം പറ്റുകയില്ല എന്നുള്ളതാണ് ഈ ഒരു ഹദീസുകളെ ഷറഹ് ചെയ്തുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് മറ്റു ഉലമാക്കളുടെ പേരെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസമാവട്ടെ ഏതു മാസമാവട്ടെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ അമലുകൾ ചെയ്യേണ്ട മാസമാണ്. ധാരാളമായി കൊണ്ട് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ആ സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് തുലാസിൽ കനം തൂങ്ങുന്ന നന്മയായ സൽക്കർമ്മങ്ങളാക്കി മാറ്റുവാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമളാൻ അടുത്ത മാസം ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് ആഗതമാകാനിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നാം ഇന്നുള്ള ശഅബാൻ മാസത്തെ നമ്മൾ അശ്രദ്ധയാക്കി കളയരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ റമളാനിൽ ഏതെങ്കിലും നിനക്ക് അസുഖങ്ങൾ കൊണ്ടോ യാത്ര കൊണ്ടോ മറ്റോ നോമ്പുകൾ നോൽക്കാൻ കഴിയാതെ
നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകൾ വീട്ടാനുള്ള ഒരു മാസമായി കൊണ്ടുകൂടി ഈ ഒരു മാസത്തിൽ ഈ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ വീട്ടാൻ കൂടി പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ ഫമാ അസ്തതീഉ അൻ അഖ്ദിയ ഇല്ലാ ഫി ശഅബാൻ. റമളാനിൽ എനിക്ക് നോൽക്കാൻ കഴിയാതെ പോയ നോമ്പുകൾ അത് ശഅബാൻ മാസമാവുമ്പോൾ ഞാൻ നോൽക്കാറുണ്ട്. ആ നഷ്ടപ്പെട്ട നോമ്പുകളെല്ലാം നോറ്റ് വീട്ടാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തും. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു മാസമാണ്. അവൻ്റെ മൗസിമാണ്, സീസണാണ്. അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കാൻ, ഒരു വർഷക്കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ മുഴുവൻ തിന്മകളും പൊറുക്കപ്പെടാൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും മോചനത്തെ ചോദിക്കാനുള്ള ഒരു മാസമാണ്. മഹാനായ അംർ ബിൻ ഖൈസ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, കാന അംർ ബിൻ ഖൈസ് റഹ്മഹുല്ലാഹ് ഇദാ ദഖല ശഅബാനു അഗ്ലക തിജാറതഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. അംർ ബിൻ ഖൈസ് റഹ്മഹുല്ലാഹ് ശഅബാൻ മാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തൻ്റെ കട പൂട്ടും, തൻ്റെ കച്ചവടം അവിടെ സ്റ്റോപ്പ് ചെയ്യും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആ ശഅബാൻ മാസത്തിൻ്റെ സമയങ്ങൾ ഖുർആൻ പാരായണത്തിൽ വ്യാപൃതനാവും. വകാന യഖൂലു, അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. ആരാണോ റമളാനിന് മുമ്പേ അവൻ്റെ നഫ്സിനെ നന്നാക്കുന്നത്, തൂബ, അവന് മംഗളമുണ്ട് എന്ന്, അവന് സന്തോഷമുണ്ട് എന്ന് അംർ ബിൻ ഖൈസ് റഹ്മഹുല്ലാഹ് പറയുമായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, ശഅബാൻ മാസത്തിലാണ് താബിഈങ്ങളും താബിഈങ്ങളുമായ സലഫു സ്വാലിഹീങ്ങളെല്ലാം ഈ മാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കച്ചവടം വരെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ തയ്യാറെടുക്കും. നമ്മളൊക്കെ ഒരു പക്ഷേ, ഞങ്ങളൊക്കെ നാട്ടിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഇവിടെ ഉണ്ടോയെന്നറിയില്ല, റമളാനിന് മുന്നോടിയായി എല്ലാം ഒന്നൊരുക്കും. പള്ളി വൃത്തിയാക്കുന്നവരുണ്ട്, പുതിയ പെയിൻ്റ് അടിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ പണികളെല്ലാം വൃത്തിയാക്കി പൊടി തട്ടി ഭംഗിയാക്കി റമളാനിന് വേണ്ടിയുള്ള ഒരുക്കാണെന്ന് പറയും. എന്നാൽ സലഫു സ്വാലിഹീങ്ങൾ ഒരുങ്ങിയിരുന്നത് അവരുടെ മനസ്സുകൊണ്ടും അവരുടെ അമലുകൾ കൊണ്ട്. ശഅബാനിലെ ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരായി തുടങ്ങും, എന്നാൽ റമളാനിൽ അതൊരു ബുദ്ധിമുട്ടായി മാറൂല. അമല് ചെയ്യുന്നതിൽ അവർ വ്യാപൃതരായി മാറുമായിരുന്നു. അതുപോലെയായിരിക്കണം പ്രിയപ്പെട്ടവരെ, റമളാനിനെ കണ്ടുകൊണ്ട് ഈ മാസം മുതലേ അമലുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉലമാക്കൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഉലമാക്കൾ പറയാൻ, കാനൂ യദ്ഊന അല്ലാഹ സിത്തത അശ്ഹുരിൻ അയ്യുബല്ലിഅഹും റമളാൻ. റമളാനിൻ്റെ 6 മാസം മുമ്പ് റമളാൻ പുൽകാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെയോ സുമ്മ യദ്ഊനഹു സിത്തത അശ്ഹുരിൻ അയ്യതഖബ്ബലഹു മിൻഹും. ആദ്യത്തെ 6 മാസം അല്ലാഹുവേ റമളാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. റമളാൻ കഴിഞ്ഞാലുള്ള 6 മാസം അല്ലാഹുവേ ഞാൻ റമളാനിൽ എടുത്ത അമലുകൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു സ്വഹാബികളെന്ന്. നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം, അല്ലാഹു റമളാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ, റമളാനിൽ ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും എനിക്ക് നൽകണേ എന്ന് നിരന്തരമായി ഇനിയുള്ള ദുആകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അതാണ് റമളാൻ. ആ റമളാനിനാവട്ടെ ശഅബാനിനാവട്ടെ അശ്രദ്ധയില്ലാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഓരോ നിർണായകമായ നിമിഷങ്ങളിലും അമലുകൾ ചെയ്യുവാനുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.